ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഡേ ഓൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ എന്തെടുക്കാൻ പോകുന്നറിയാമോ? എന്നെ പറ്റിച്ച് പാത്തിരുന്നൊരു മാതള നാരങ്ങ ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ. ഈ മാതള നാരങ്ങയെ ഞാനൊന്ന് പൊളിച്ചെടുക്കാൻ പോവുകയാണ് ഇന്ന് കേട്ടോ. എന്നെ പറ്റിച്ച് പാത്തിരുന്നത് പറയാൻ കഴിയും. ഇതൊരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ മേടിച്ച മാതള നാരങ്ങ. അത് കഴിഞ്ഞ് പിന്നെ മാതള നാരങ്ങ മേടിച്ചിട്ടേ ഇല്ല. അപ്പം ഈ മാതള നാരങ്ങ എൻ്റെ ഇടയ്ക്ക് എവിടെയോ ഇരുന്നാണേ. ഞാനെന്നാൽ വൈകുന്നേരം ആ കവറൊക്കെ അടുക്കി പെറുക്കാൻ നോക്കിയപ്പോൾ ദേ ഇരിക്കുന്നൊരു മാതള നാരങ്ങ. അതിൻ്റെ പുറകുവശമൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് ഉണങ്ങിയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഈ മാതള നാരങ്ങ ഇപ്പോൾ പൊളിച്ച് കഴിയുമ്പോൾ അകമെല്ലാം ചീഞ്ഞു പോയി കാണുമായിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഈ മാതള നാരങ്ങ നല്ല ജ്യൂസി ആയിരുന്നു. പിന്നെ ഞാൻ ഈ റീൽസിലൊക്കെ കാണുന്നത് പോലെ പയ്യെ അതിനെ എന്താ പറയുക, ആ ഒരു ഡെക്കറേറ്റ് ചെയ്ത് ഒന്ന് പൊളിക്കാനായിട്ട് നോക്കുകയാണ്. പക്ഷേ ആക്ച്വലി അതൊരിക്കലും സാധ്യമുള്ള ഒരു കാര്യമല്ല കേട്ടോ. ബിക്കോസ് ഇതങ്ങനെ നമ്മൾ ഈ റീൽസിലൊക്കെ ആൾക്കാർ കാണിക്കുന്നത് അതെന്തൊരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്കൊന്നും നമ്മൾ എത്ര യൂസ് ചെയ്താലും അങ്ങനെ വരില്ല. നമുക്ക് ഈസി ആയിട്ട് അതിനെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് അതിനകത്ത് അവർ കാണിക്കുന്ന പോലെ ഇങ്ങനെ കുടഞ്ഞിട്ടാലൊന്നും അങ്ങനെ എന്താ പറയുക, അതങ്ങനെ വരത്തൊന്നുമില്ല. നമ്മളതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ അടർത്തി എടുക്കുക തന്നെ വേണം. ഇനി മാതള നാരങ്ങ അടർത്തുമ്പോൾ എനിക്ക് ആകെയുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ ഈ നഖത്തിനിടയിൽ, നമ്മുടെ ഈ പാമിൽ അവിടെയൊക്കെ ആണെങ്കിൽ ഒരുമാതിരി ഒരു 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 എന്താ ഒരു പർപ്പിൾ കളറ് വന്നിട്ടങ്ങ് അത് കുറച്ച് 2 ദിവസമൊക്കെ കാണും. നമ്മൾ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, തുണിയൊക്കെ നമ്മൾ കല്ലിൽ നനയ്ക്കുന്ന സമയത്താകുമ്പോൾ ഇതങ്ങ് പൊക്കോളും. പക്ഷേ അല്ലാത്തപ്പോൾ ഇത് പോത്തില്ല. പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ പറയാൻ വന്നത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഓടിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ശരി, മാതള നാരങ്ങ ഒന്നുകൊണ്ട് ടാറ്റാ.